ഭാര്യ സഹോദരന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കെവിന്റെ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിക്കും. ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആർഡിഒയുടെ സാന്നിധ്യത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കെവിന്റെ കൊലപാതകത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വിശദാംശങ്ങൾ. കെവിന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ അല്പസമയം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ഇത് പൂർണ്ണമായിട്ടും ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും പ്രത്യേകിച്ച് ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിൽ തന്നെ എല്ലാ വിധത്തിലുള്ള ചിത്രീകരണങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കും. പോലീസും ഫോറൻസിക് വിഭാഗവുമാണ് പ്രധാനമായിട്ട് ഇതെല്ലാം ചിത്രീകരിക്കുന്നത്. മാത്രവുമല്ല, ഇത് 2 മണിക്കൂറോളം ഇതിന്റെ പ്രോസസ്സിംഗ് നീണ്ടു നിൽക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനിടെ ഇവിടെ കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ള കുറച്ച് പ്രവർത്തകരടക്കമുള്ളവർ ഇവിടെ ചെറിയ തോതിൽ സംഘർഷത്തിനുള്ള ശ്രമമുണ്ടായി. കാരണം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതേസമയം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിൽ MLAയുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രകോപനമായ വാക്കുകൾ സംഘർഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഇവിടെ നടന്നു. തർക്കങ്ങൾക്കൊടുവിൽ തിരുവഞ്ചൂർ MLA അടക്കം ഈ മോർച്ചറി സമുച്ചയത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 2 മണിക്കൂറോളം ഏകദേശം പോസ്റ്റ്മോർട്ടം നടപടികൾ നീണ്ടു നിൽക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രശാന്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് എല്ലാം തന്നെ അയവ് വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇത് കൃത്യമായിട്ടുള്ള നിയമാവലി അനുസരിച്ച് തന്നെയാണ് മറ്റ് പ്രോസസ് എല്ലാം തന്നെ പുരോഗമിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും വിഭാഗം ഇത് കൃത്യമായും ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ട്. കാരണം ഇത്രയേറെ സെൻസേഷൻ സൃഷ്ടിച്ച ഒരു കേസായതിനാൽ തന്നെ അത് ഗൗരവമായി തന്നെ എടുത്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നടപടികളെല്ലാം മുന്നോട്ട് പോകുന്നത്. 2 മണിക്കൂറോളം പോസ്റ്റ്മോർട്ടം നടപടികൾ നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇവിടുത്തെ ഒരു സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കെവിൻ CPM അനുഭാവിയായിട്ടുള്ള ഒരു കുടുംബാംഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കെവിൻ്റെ സുഹൃത്തുക്കളും മറ്റ് DFI പ്രവർത്തകരും CPM പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ രാവിലെ തന്നെ എത്തിയിരുന്നു. അവരെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലേക്കാണ് കോട്ടയം MLA കടന്നു വന്നത്. ഈ നടപടിക്രമങ്ങളെല്ലാം പാലിക്കുന്നു എന്ന് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഇതേ നടപടികളൊക്കെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കണം തരത്തിലുള്ള പ്രകോപനമായ ചില സംസാരങ്ങളുണ്ടായതാണ് ചെറിയ തോതിൽ സംഘർഷത്തിന് വഴിവെച്ചത്. എന്നാൽ പോലീസ് കൃത്യമായി ആത്മസംയമനം പാലിക്കുകയും ഈ കേസിൽ ഇടപെടുകയും ചെയ്തതോടുകൂടി അത്തരത്തിലൊരു സംഘർഷാവസ്ഥയ്ക്ക് നിലവിൽ ഇവിടെ അയവ് വന്നിരിക്കുകയാണ്. പ്രശാന്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴത്തേക്ക് പൂർത്തിയാക്കി മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും? എന്തായാലും 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നു. അപ്പോൾ ഒരു 11:30 അല്ലെങ്കിൽ ഒരു 12 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം കെവിൻ്റെ കുമാരനെല്ലൂർ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം 3:30 കോട്ടയത്ത് ഗുഡ് ഷെപ്പേർഡ് പള്ളിയിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ അവിടെയാണ് നടക്കുന്നത്. എന്തായാലും 2 മണിക്കൂർ സമയം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്ന് കോട്ടയത്ത് ഹർത്താലാണ്. ഹർത്താൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? മറ്റ് പ്രശ്നങ്ങളൊന്നും ഹർത്താലിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഇല്ലേ? അതുപോലെ ഏത് രീതിയിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്? ഏതായാലും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിൽ CSDS-ഉം അതുപോലെ തന്നെ UDF-ഉം BJP-യും എല്ലാം തന്നെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താൽ എന്തായാലും പുരോഗമിക്കുകയാണ്. എന്നാൽ സാധാരണ വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും ഇപ്പോൾ ജില്ലയുടെ വിവിധങ്ങളിലും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും സമാധാനമായി പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. അതേസമയം ഇതിനിടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സംഘർഷം ഒഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതുപോലെ ഈ ഒരു വിഷയം രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നൊരു ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഇന്നലെ തന്നെ ഒരു ശ്രമം നടന്നിരുന്നു എന്നുള്ള ആരോപണമുണ്ടായി. അതിന് കെവിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ, ബന്ധുക്കൾ തന്നെ അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം രംഗത്തെത്തി. കാരണം ഈ ഒരു ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കങ്ങളായിരുന്നു ഇന്നലെ മുഴുവൻ നടന്നത്. കാരണം ഈ സംഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച അടക്കം ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഇത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ കേസുമായി എത്തുമ്പോൾ SIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ജാഗ്രത കുറവ്, ആ ജാഗ്രത കുറവാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോയത്. മറിച്ച് മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി വരുന്ന ദിവസം തന്നെ തെരഞ്ഞെടുത്ത് ഇത്തരത്തിൽ ഒരു അത് പോലീസിൻ്റെയും മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി പോയിൻ്റെയും വീഴ്ചയായി തന്നെ ഉയർത്തിക്കാട്ടിയപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെ കെവിൻ്റെ ബന്ധുക്കൾ പറയുകയുണ്ടായി. ഇത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമായിരുന്നു. ആ നീക്കം തന്നെയായിരുന്നു ഇന്നലെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോയത് എന്ന് തന്നെയാണ് ബന്ധുക്കൾ പ്രതികരിച്ചിട്ടുള്ളത്. കാരണം കെവിൻ്റെ മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടി കെവിൻ്റെ ഇളയച്ചൻ ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ മറ്റ് മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നു. അതിനിടയിലാണ് അവർ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്ന വിവരം അറിയുന്നത്. എന്നാൽ അവർ പറയുന്നത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമായി. ഇത്തരം ഹർത്താലിനോട് പോലും അവർ എതിരാണ്. കാരണം ഈ ഹർത്താൽ നടക്കുമ്പോൾ കെവിൻ്റെ ബന്ധുക്കൾക്ക് പോലും ഈ കോട്ടയത്തേക്ക് വരാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം ഈ ഹർത്താൽ മറ്റൊരു ദിവസമെങ്കിലും അവർക്ക് നടത്തി അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക. പക്ഷേ ഇന്ന് തന്നെ ഈ ഹർത്താൽ നടത്തുമ്പോൾ കെവിൻ്റെ ബന്ധുക്കൾക്ക് പോലും ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെ, എത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് കെവിൻ്റെ ഇളയച്ചൻ പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നം അതുപോലെപ്പെട്ട കാര്യം, ഈ ഒരു കൊലപാതകത്തിൽ നീനുവിന്റെ മാതാപിതാക്കൾക്ക് പങ്കുണ്ടെന്ന തരത്തിൽ ഒരു ആരോപണം വന്നിരിക്കുന്നു. അത് പ്രതിയായ നിയാസിന്റെ മാതാവാണ് ഇത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്ന വാർത്തകൾ. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ വെളിപ്പെടുത്തൽ തികച്ചും നിർണായകമാണ്. കാരണം ഭാര്യ സഹോദരൻ്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘമാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ഇതിൽ കുടുംബാംഗങ്ങളുടെ എല്ലാം തന്നെയുള്ള അറിവും എല്ലാം ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ ഈ സംഭവത്തിൽ നീനുവിൻ്റെ മാതാപിതാക്കളടക്കമുള്ളവർ സംശയത്തിലും നിരീക്ഷണത്തിലുമാണ്. കാരണം അവരിപ്പോൾ ഒളിവിലാണ് എന്നതടക്കമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഗൂഢാലോചനയുടെ പിന്നിൽ നടന്നിരിക്കുന്നു. കാരണം പുലർച്ചെ ഒരു വീട് ആക്രമിച്ച് രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോവുക, അതിലൊരാളെ പറഞ്ഞയക്കുക, ഇതിലൊക്കെ നിരവധി സംശയങ്ങളും മറ്റും ഉയരുന്നുണ്ട്. മാത്രവുമല്ല ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെ നടന്നിട്ടുള്ള സംഭവമാണ് എന്ന് തന്നെയാണ് എല്ലാവരിലും തന്നെ സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന സംശയം. ആ ഒരു സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുടെ നേരിലേക്കും, അതായത് നീനുവിൻ്റെ മാതാപിതാക്കളുടെ നേരിലേക്കും ഇത്തരത്തിലുള്ള നേരിടുന്നത് തീർത്തും സ്വാഭാവികം മാത്രമാണ്. അവർ ഒളിവിലാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. എന്തായാലും നീനുവിൻ്റെ ബന്ധുവിൻ്റെ മാതാവിൻ്റെ എല്ലാം തന്നെ ഈ വെളിപ്പെടുത്തൽ തികച്ചും ഈ കേസിൽ നിർണായകം തന്നെയാണ് എന്ന് തന്നെയാണ് നിയമവിദഗ്ധരടക്കമുള്ള വിലയിരുത്തലുകൾ. അതുപോലെ മുഖ്യപ്രതി ഷിനു ചാക്കോയ്ക്കുള്ള അന്വേഷണം പോലീസ് വ്യാപകമായിരിക്കുകയാണ്. അതുപോലെ ലുക്കൌട്ട് നോട്ടീസ് വിമാനത്താവളങ്ങളിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ് ഷിനു ചാക്കോയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപകമാക്കിയിരിക്കുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം പ്രതികളടക്കമുള്ളവരും പലരും അന്യ സംസ്ഥാനത്തേക്ക് പോയിരിക്കാമെന്നുള്ള നിഗമനവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഷിനു ചാക്കോവിനെ തേടി പോലീസ് ലുക്കൌട്ട് നോട്ടീസുകൾ പ്രധാന ഇടങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് ലുക്കൌട്ട് നോട്ടീസുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കേസിൽ പ്രധാനമായിട്ടും 16ഓളം പേര് ഉണ്ടെന്ന് പറയുന്നു. അതിൽ 9ഓളം പേരുടെ മേലാണ് കൊലക്കുറ്റം ചാർത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് വളരെയധികം, അതായത് ഈ പ്രതികളെ കണ്ടെത്തേണ്ടത്, കാരണം ഇത്രയും പ്രക്ഷോഭവും ഇത്രയും പ്രശ്നങ്ങളുണ്ടായ ഇത് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അന്വേഷണം വളരെ ഊർജിതമാക്കിയിരിക്കുന്നതും ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള പുറത്തുവിട്ടിരിക്കുന്നതും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പോലീസിൻ്റെ മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്. ജാഗ്രത കുറവ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിലുണ്ടായ ജാഗ്രതക്കുറവ്, ആ ജാഗ്രതക്കുറവിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സംസ്ഥാന ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ എല്ലാം തന്നെ ഇപ്പോൾ ആ കെവിൻ്റെ കുടുംബം അടക്കം അതിന് സ്വാഗതം ചെയ്തിരിക്കുന്നു. കാരണം അന്വേഷണത്തിൽ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പാളിച്ച, ആ പാളിച്ച പരിഹരിക്കുന്ന രീതിയിലേക്ക് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയും സ്ഥലത്തെ SP അടക്കം സ്ഥലം മാറ്റിയും കൃത്യമായ ആത്മാർത്ഥമായിട്ടുള്ള ചില നിലപാടുകൾ സംസ്ഥാന ഭരണകൂടം കൈക്കൊണ്ടു. അതിലിപ്പോൾ കെവിൻ്റെ കുടുംബാംഗങ്ങൾ തൃപ്തരാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഈ ഹർത്താലും മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഇത് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില രാഷ്ട്രീയ കളികളുടെ ഭാഗമായിരുന്നു ഇന്നലെ നടന്ന പ്രക്ഷോഭ സമരങ്ങൾ എന്ന് തന്നെയാണ് കെവിൻ്റെ ബന്ധുക്കളും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് പ്രഖ്യാപിച്ച ഹർത്താൽ മുഖാന്തരം കെവിൻ്റെ ബന്ധുക്കൾക്കടക്കം ജില്ലയിലേക്ക് എത്താൻ കഴിയാത്തൊരു സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പീപ്പിൾ ടിവിയോട് അവരുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രശ്നം അതുപോലെ മുഖ്യപ്രതിയായ ഷാനു ചാക്കോ നാഗർകോവിൽ ഉണ്ടെന്ന തരത്തിലുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്ഥിരീകരണമോ വ്യക്തതയോ ഉണ്ടായിട്ടുണ്ടോ? തമിഴ്നാട്ടിലേക്കാണ്, തിരുവനന്തപുരം വഴി തമിഴ്നാട്ടിലേക്ക് ഷാനു ചാക്കോ പോയി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്.
അല്ല, ഈ കേസിൻ്റെ ഘട്ടത്തിൽ തന്നെ, ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ കെവിൻ്റെ മൃതദേഹം കണ്ടെത്തിയും തുടർന്ന് പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചപ്പോൾ പ്രധാന പ്രതികളെല്ലാം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങൾക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ നാഗർകോവിലിൽ മുഖ്യപ്രതി ഷാനു ചാക്കോ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം പോലീസ് ഇത് സംബന്ധിച്ച് നൽകിയിട്ടില്ല. എന്തായാലും അന്വേഷണം വളരെ ശക്തമായ രീതിയിൽ തന്നെ നടക്കുന്നു. പ്രതികൾ എവിടെയുണ്ട് എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ അവിടെ ടവർ ലൊക്കേഷനെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഷാനു ചാക്കോ നാഗർകോവിൽ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. കൂടെ മറ്റു പ്രതികളുമുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതിലൊന്ന് ഈ കാറിൻ്റെ ഉടമയാണ്, മറ്റൊന്ന് നിയാസ്, റിയാസ് എന്നിവരാണ്. ബാക്കിയും കാരണം 9 പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം ചാർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെല്ലാം തന്നെ കൃത്യമായും ആത്മാർത്ഥ പിടികൂടാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നാഗർകോവിലുണ്ട് എന്നുള്ള സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടില്ല. പ്രശാന്ത്, അതുപോലെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം പോസ്റ്റ്മോർട്ടം നടക്കുന്ന മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം അവിടെ ഇപ്പോൾ ഉണ്ടോ, നിലനിൽക്കുന്നുണ്ടോ? നിലവിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. കാരണം ഇത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. എന്നാൽ അതിനിടെ കോട്ടയം MLA ഇവിടെ എത്തുകയും അദ്ദേഹം പ്രധാനമായിട്ടും ചില 3 ഉപാധികൾ പറയുകയും ഉണ്ടായി. ഇത് ക്യാമറ വെച്ച് ചിത്രീകരിക്കണം, RDO ഇൻക്വസ്റ്റ് നടത്തണം എന്നടക്കമുള്ള ചില കാര്യങ്ങൾ. എന്നാൽ RDOയുടെ ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമാണ് ഇന്നലെ തെന്മലയിൽ നിന്നും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. കോട്ടയത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ക്യാമറയിൽ പകർത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനിടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ചില ആളുകളുടെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ കുറച്ച് ദൂരെ നിന്നുള്ള ചില പ്രതിഷേധങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ മോർച്ചറിക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ മോർച്ചറിക്ക് സമീപം അങ്ങ് മാറി ചില രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും സംഘർഷ സാധ്യതയ്ക്ക് വലിയ തരത്തിൽ ഒരു അയവ് വന്നിട്ടുണ്ട്. കെവിന്റെ സംസ്കാരം ഇന്ന് എത്ര മണിക്കാണ് നടക്കുന്നത്? അതിനെക്കുറിച്ചുകൂടി എന്തായാലും ഇന്ന് 2 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ അവസാനിപ്പിക്കുമെന്നാണ് ഫോറൻസിക് സർവേ പറഞ്ഞത്. 12 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതിനുശേഷം വീട്ടിൽ പൊതുദർശനത്തിൽ വെക്കും. പിന്നീട് 3:30 കോട്ടയം ഗുഡ് ഷെപ്പേർഡ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ശരി പ്രശാന്ത്, ഭാര്യ സഹോദരന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കെവിന്റെ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇതിനിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ RDOയുടെ സാന്നിധ്യത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കെവിന്റെ കൊലപാതകത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങളും വിവരങ്ങളുമാണ് പ്രശാന്ത് നൽകിയത്. കെവിന്റെ മരണത്തെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്ന് കെവിന്റെ അച്ഛന്റെ അനുജൻ ബൈജി PJ പീപ്പിളിനോട് ഗാന്ധിനഗർ SI ഷിബുവിന്റെ ഇടപെടൽ തുടക്കം മുതൽ ദുരൂഹമായിരുന്നുവെന്നും ബൈജി പ്രതികരിച്ചു. കേസ് കൊടുത്ത ആദ്യത്തെ ദിവസത്തെ ഒരു ഡിലേ അത് സ്റ്റേഷൻ SIയുടെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം ഉണ്ടായതാണെന്നുള്ള രീതിയിലൊരു സംശയം നമുക്ക് തോന്നിയിട്ടുണ്ട്. സംശയമാണോ അതോ ശരിയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ വരവ് അന്നേ ദിവസം തന്നെയായിരുന്നു മുഖ്യമന്ത്രി വന്ന ആ ദിവസം മുഖ്യമന്ത്രിയുടെ വേണ്ടിയുള്ള ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് പുള്ളി ഇച്ചിരി ഡിലേ നടത്തി. അപ്പോൾ ഈ SIയുടെ അതിനു മുമ്പുള്ള പെരുമാറ്റങ്ങളും അത് കഴിഞ്ഞുള്ള പെരുമാറ്റങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ മുഖ്യമന്ത്രി വരുന്ന ദിവസം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റേഷനിൽ വെച്ച് പെണ്ണിനെ ഞങ്ങൾ ഹാജരാക്കിയപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും ജസ്റ്റ് ഞങ്ങളൊന്ന് കാപ്പി കുടിക്കാൻ പോയ സമയം നോക്കി പെണ്ണിൻ്റെ അച്ഛനും SIയും വരികയും പെണ്ണിനെ വലിച്ചടിച്ച് വണ്ടിയെ കയറ്റിയിട്ട് കൊടുക്കാനുള്ള സൗകര്യം SI ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നിലപാടാണ് അവിടെ ഉണ്ടായത്. വീണ്ടും പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ നമ്മൾ കേട്ടത് കെവിന്റെ അച്ഛന്റെ സഹോദരന്റെ വാക്കുകളാണ്. അതായത് ഗാന്ധിനഗർ SI ഷിബുവിന്റെ ഇടപെടൽ തുടക്കം മുതൽ ദുരൂഹമായിരുന്നുവെന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു കേസിൽ ആദ്യം മുതൽ തന്നെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആദ്യം മുതൽ ദുരൂഹത തോന്നിയിരുന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് എന്താണ് വിവരങ്ങൾ ലഭിക്കുന്നത്?
തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാരണം ഞായറാഴ്ചയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ സ്റ്റേഷനിൽ പോകുന്നത്. വിവാഹത്തിനുള്ള രജിസ്ട്രേഷൻ്റെ അപേക്ഷ നൽകിയ ശേഷമാണ് സ്റ്റേഷനിൽ പോകുന്നത്. സ്റ്റേഷനിൽ പോകുമ്പോൾ എസ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില നിലപാടുകൾ, ചില ജാഗ്രത കുറവുകൾ, ഇതെല്ലാം തന്നെ വലിയൊരു തരത്തിലേക്ക് ഒരു പ്രതിഷേധമുണ്ടായി. കാരണം ആ പെൺകുട്ടിയെ അവിടെ വെച്ച് പെൺകുട്ടിയുടെ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ ബലമായി പിടിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. അതിന് എസ്ഐ കൂട്ടുനിന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് കെവിൻ്റെ ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില സംഭവവാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ബന്ധുക്കൾ പറഞ്ഞിരിക്കും. മാത്രമല്ല ഇത് ഒരു മുഖ്യമന്ത്രി പങ്കെടുത്തൊരു പരിപാടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെങ്ങന്നൂർ ഇലക്ഷൻ മാത്രം ടാർഗറ്റ് ചെയ്ത സംഭവമാണെന്നും അതേ ബന്ധുക്കൾ തന്നെ പറയുന്നു. കാരണം ഇതിനു മുമ്പും ഈ കേസ് സംഭവം മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായത് 27-ാം തീയതിയാണ്. പക്ഷേ ഞായറാഴ്ചയും അതുപോലെ 26-ാം തീയതിയുമെല്ലാം ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എസ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം, അതിനുശേഷവും ഉണ്ടായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഈ പെരുമാറ്റങ്ങളെല്ലാം തന്നെയാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. കാരണം ഇതിൽ വലിയൊരു ജാഗ്രത കുറവ് കാണിക്കുക, അന്വേഷണം ഇല്ല അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാനൊരു മടിയെല്ലാം എസ്ഐയുടെ ഭാഗത്തുനിന്ന് തുടക്കത്തിൽ 26-ാം തീയതി എല്ലാം ഉണ്ടായി എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമായിട്ട് മാത്രമായി ഇതിനെ കാണുകയുള്ളൂ എന്നാണ് ബന്ധുക്കളടക്കം പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഹർത്താലിനോട് പോലും ഈ ബന്ധുക്കൾക്ക് യാതൊരു തരത്തിലും യോജിപ്പില്ല എന്ന് തന്നെ അവർ തുറന്നു പറഞ്ഞിരിക്കുന്നു. കാരണം ഇന്നത്തെ ഹർത്താലിൻ്റെ ഇന്നത്തെ ഈ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ അവരുടെ ബന്ധുക്കൾക്ക് പോലും എത്താൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പീപ്പിൾ ടിവിയുടെ അല്പസമയം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള നീക്കമായിട്ട് തന്നെയാണ് അവരുടെ കുടുംബാംഗങ്ങളും കാണുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പ്രശാന്ത്, ഇപ്പോൾ അവിടെ ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അവിടെ സംഭവിക്കുന്നത്? എന്താണ് അവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്നും കിട്ടുന്ന പുതിയ വിവരങ്ങൾ? അതായത് ഇവിടെ ആദ്യ സമയത്ത് ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സംഘർഷ സാധ്യതയെല്ലാം തന്നെ അയവ് വരുത്തി. എന്നാൽ ഹർത്താലിനെ അനുകൂലിക്കുന്നവർ പ്രകടനമായി എത്തി മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്നുകൊണ്ട് ചില പ്രതിഷേധങ്ങൾ മുഴക്കുകയാണ്. അത്തരത്തിലുള്ള അവരുടെ മുദ്രാവാക്യം വിളികളുമെല്ലാമാണ് ഇവിടെ ഒരു ശബ്ദമുഖരിതമായിരിക്കുന്നത്. ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്കുള്ള സാധ്യത ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള പോലീസ് ആത്മസംയമനം പാലിച്ചുകൊണ്ട് പോലീസ് ഈ കേസിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പ്രകടനമായി വന്നിട്ടുള്ളവർ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കവാടത്തിൽ ഉപരോധിക്കുകയാണ്. അവിടെ നിന്ന് മുദ്രാവാക്യം വിളികളുമായി നിൽക്കുകയാണ്. എന്നാൽ മറ്റു പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ കെവിൻ്റെ സുഹൃത്തുക്കളടങ്ങുന്ന എല്ലാവരും തന്നെ മാറി നിൽക്കുന്നു. എന്തായാലും ഇതിനകത്ത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്ന് തന്നെയാണ് ഇവിടെ നിന്നും മനസ്സിലാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി കെവിൻ്റെ ബന്ധുക്കളുടെ വെളിപ്പെടുത്തലിന് ഇപ്പോൾ ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആ കുടുംബം എതിരാണ്. മറിച്ച് നീതി കിട്ടണം എന്ന തരത്തിലേക്കാണ് അവർ നിൽക്കുന്നത്. എന്തായാലും ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ കുടുംബത്തോടോ മറ്റോ ഒന്നും ആലോചിക്കാതെ ആ കുടുംബത്തെ പോലും സന്ദർശിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഹർത്താലുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നതിനാണ് ആ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സ്ഥലത്ത് അനാവശ്യമായ സംഘർഷ സ്ഥിതി ഉണ്ടാക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സമര അനുകൂലികളാണോ ഇപ്പോൾ അവിടെ വന്ന് ഇപ്പോൾ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും കെവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാം നടക്കുന്നു. മാത്രമല്ല ക്യാമറയിലുള്ള ചിത്രീകരണങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു തരത്തിലേക്ക് എല്ലാം കൃത്യമായി നടക്കുമ്പോൾ ഇപ്പോൾ ഹർത്താൽ അനുകൂലികൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതിനെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു തരത്തിലേക്ക് അതിനെ മാറ്റുവാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ കെവിൻ്റെ കുടുംബം അടക്കമുള്ളവർ ഈ കാര്യത്തോട് യാതൊരു യോജിപ്പുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടും ഇത്തരത്തിൽ ഒരു പ്രശ്നത്തെ രാഷ്ട്രീയപരമായി ഹൈജാക്ക് ചെയ്യാനുള്ള ചില ശ്രമങ്ങളാണ് പല കോണുകളിൽ നിന്നുണ്ടാകുന്നത്. അതിനകത്ത് UDF-ൻ്റെയും BJP-യുടെയും SDPയുടെയും എല്ലാം തന്നെ പ്രവർത്തകരുണ്ട്. അവർ എല്ലാവരുമാണ് ഇപ്പോൾ ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നവരാണ് സംഘർഷവുമായി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ അതേസമയം ഇവിടെ നിന്ന് ചില ആളുകൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചില ആളുകൾ മറു ഭാഗത്തു നിന്ന് മുദ്രാവാക്യങ്ങളും വിളിക്കുന്നു. അത്തരത്തിലുള്ളൊരു ശബ്ദാഘോഷം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ശബ്ദങ്ങൾ കൊണ്ടുള്ള മുഖരിതമായ അന്തരീക്ഷം മാത്രമേ ഉള്ളൂ. മറിച്ച് സംഘർഷത്തിനുള്ള സാധ്യതകളൊന്നും ഇപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നില്ല. പരസ്പരം മുദ്രാവാക്യം വിളികളുമായി ഇരു ഭാഗത്തുമുള്ളവർ നിലയുറപ്പിച്ച് നിൽക്കുന്നു എന്നുള്ള സ്ഥിതിയാണ്. എന്നാൽ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ വലിയ തരത്തിലുള്ള ഒരു പോലീസ് സന്നാഹം ഈ കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ട്. എന്തായാലും ഇവിടെയുള്ള സംഘർഷത്തിന് എന്തായാലും അയവ് വന്നു. ഇപ്പോൾ നടക്കുന്ന ഈ പ്രകടനം അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ മുദ്രാവാക്യം വിളികൾ മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കുന്നുള്ളൂ, പ്രതിഷേധമായി നടക്കുന്നുള്ളൂ. അതിനിടെ
പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും 2 മണിക്കൂറിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകും. കൃത്യമായിട്ടുള്ള ക്യാമറ ചിത്രീകരണം നടക്കുന്നുണ്ട്. പോലീസിൻ്റെയും ഫോറൻസിൻ്റെയും വിഭാഗങ്ങൾ ചേർന്നാണ് ക്യാമറയിൽ ഇതെല്ലാം തന്നെ ചിത്രീകരിക്കുന്നത്. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം, അതായത് 12 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. തുടർന്ന് വീടിന് സമീപത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം 3:30 കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ കോട്ടയം ഗുഡ്ഷെപ്പേഡ് പള്ളിയിൽ നടക്കുക. പ്രശാന്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കാറായോ? എത്ര മണിയോടെ അവസാനിക്കും? എന്തായാലും 2 മണിക്കൂർ എടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ അതിലും സമയം കൂടുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയേറെ സെൻസേഷൻ സൃഷ്ടിച്ച ഒരു കേസായതിനാൽ കൃത്യമായ ഒരു ചിത്രീകരണം ഇതിൻ്റെ ഭാഗത്തുനിന്ന് നടക്കണം. ഇല്ലെങ്കിൽ പല കോണുകളിൽ നിന്ന് ആക്ഷേപവും അതുപോലെ ഇത്തരത്തിൽ രാഷ്ട്രീയപ്രേതമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെ വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയായതിനാൽ അതിൻ്റെ ചിത്രീകരണം എല്ലാം തന്നെ ഇപ്പോൾ നടക്കുകയാണ്. ഫോറൻസിക് വിഭാഗവും പോലീസ് വിഭാഗവും തന്നെയാണ് അതിൻ്റെ ചിത്രീകരണം നടക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 2 മണിക്കൂറിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനം. ഭാര്യ സഹോദരന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കെവിന്റെ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിക്കും. ഇതിനിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ RDOയുടെ സാന്നിധ്യത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു.